ഇത് സാംസങ് ഗാലക്സി Z Fold 8ന്റെ ഡമ്മി. ബട്ട് ഫൈനലി ഒറിജിനൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഒഫീഷ്യൽ ബോക്സ്. സോ ലെറ്റ്സ് അൺബോക്സ്. ആസ് ഓൾവേസ് പുതിയൊരു ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇതാണ് ബോക്സ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അകത്ത് ഫോൺ ഇരിപ്പുണ്ട്. ഫോൺ മാറ്റി വെക്കാം. അപ്പുറത്തെ സൈഡിൽ സാംസങ് എഴുതിയിട്ടുണ്ട്. ഈ സാധനം വലിച്ച് നമ്മൾ പുറത്തെടുത്ത് തുറന്നാൽ അകത്ത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും സിം ടൂളും ഡോക്യുമെന്റ്സും ഉണ്ട്. ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ ഫോൺ. നൈസായിട്ട് ഉള്ളിലുള്ള സ്ക്രീനിന്റെ സാധനം ഒന്ന് പീൽ ചെയ്യാം. ഇനി ഔട്ടർ സ്ക്രീനിന്റെ സാധനം ഒന്ന് പീൽ ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു ഫോം ഫാക്ടർ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലങ്ങളായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഴയ ബ്ലാക്ക്ബെറി ഫോണൊക്കെ ഉപയോഗിച്ച സമയത്താണ് ഏകദേശം ഈ ഒരു ഫോം ഫാക്ടറുള്ള ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് മാൻ അതിനുശേഷം നമ്മളിതൊരു ഫുൾ സ്ക്രീൻ ടച്ച് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്തുണ്ടല്ലോ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. ഗ്ലാസ് ബാക്ക് ആണ്, ലാവൻഡർ കളർ മാറ്റ് ഫിനിഷ് ആണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് 2 ക്യാമറാസ് കാണാം. ശരിയായിട്ട് അഡ്വർടൈസ്മെന്റ് കാണിച്ച ഒരു പാസ്പോർട്ടിന്റെ സെയിം ആ ഒരു സൈസ് തന്നെയാണ് ഇത് കയ്യിൽ വരുന്നത്. ഫ്രണ്ടിൽ ഒരു 5.5 ഇഞ്ചിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10:16 ആസ്പെക്ട് റേഷ്യോയിൽ വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. യെസ് 120 ഹെർട്സിന്റെ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ. മുകളിലായിട്ട് പഞ്ച് ഹോൾ ഉണ്ട്. 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബെസൽസ് കണ്ടോ, ഭയങ്കര കുട്ടിയായിട്ടുള്ള ബെസൽസ് 4 സൈഡിലും. മുകളിലായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ലും അതേപോലെ സിം ട്രേയും കാണാം. താഴെയായിട്ടും നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ലും മൈക്രോഫോണും കാണാം. ആൻഡ് മറ്റേ സെക്ഷനിൽ നിങ്ങൾക്ക് USB Type-C പോർട്ട് കാണാം. വേറൊരു മൈക്രോഫോണും കൂടെ കാണുന്നുണ്ട്. ആക്ച്വലി ചുറ്റും മുകളിലും മറ്റേ സൈഡിൽ 2 മൈക്രോഫോൺസ് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഇത് ഇവിടെ ഒന്നുമില്ല, ആന്റണ ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് നിങ്ങൾക്ക് പവർ ബട്ടൺ ഉണ്ട് ആൻഡ് വോളിയം റോക്കേഴ്സ് ഉണ്ട്. ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറും കൂടിയാണ്. ഞാൻ എന്നെ ഞെട്ടിച്ചാൽ ഇത് ഫസ്റ്റ് ടൈം കയ്യിലെടുത്ത സമയത്ത് ഇതിന്റെ വെയിറ്റ് ആണ്. എന്ത് ലൈറ്റ് വെയിറ്റ് അറിയോ, 200 ഗ്രാം 201 ഗ്രാം അത്രയും കണ്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഫോൾഡബിൾ ഫോണുകളിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു ഫോൾഡബിൾ ഫോൺ ഇതായിരിക്കാം. ആൻഡ് സൈഡിൽ സാംസങ് നേരിട്ടുണ്ട് 0.45 സെന്റിമീറ്റർ ഒരു തിക്നെസ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഉപയോഗിച്ച ഫോൾഡ് 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹിഞ്ചിൽ എനിക്ക് എന്തോ ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നു. ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ. നമ്മൾ ഈ ഒരു ഇത്രയും ഭാഗം കൊണ്ടുവരുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതിങ്ങനെ അങ്ങനെ ഒരു സ്പ്രിങ് പോലെ ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷെ തുറന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം ഇതിൻ്റെ ക്രീസ് ഭയങ്കര ക്രീസ് കാണുന്ന പോലും ഇല്ല. അകത്തൊരു മാസീവ് 7.6 ഇഞ്ചിൻ്റെ 4:3 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു സ്ക്രീനാണ്. യെസ് 120 ഹെർട്സിൻ്റെ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ. ആൻഡ് ഫ്രണ്ടിലുള്ള സ്ക്രീനും അതേപോലെ ഉള്ളിലുള്ള സ്ക്രീന് ഇത് രണ്ടും 3000 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ഈ സ്ക്രീനിൽ അവർ ഫ്ലെക്സ് ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ക്രീസ് അധികം കാണാതിരിക്കാൻ വേണ്ടിയും കുറേ നാൾ നിൽക്കാൻ വേണ്ടിയും. അതായത് ഫ്രണ്ടിലായാലും ഉള്ളിലായാലും നിങ്ങൾക്ക് ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്നർ ഡിസ്പ്ലേയിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് 10 മെഗാ പിക്സലിന്റെ. ബൈ ദ വേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര തിന്നാട്ടോ. നോക്കിയേ, ഒരു റേസർ ഷാർപ്പ് എന്നൊക്കെ പറയില്ലേ, ഇത്രേ ഉള്ളൂ. എന്നാൽ ഞെട്ടിച്ച കാര്യം എന്താ അറിയോ, ഇത്ര തിന്നാണെങ്കിലും 4800 mAh ബാറ്ററി ഉണ്ട്. ആൻഡ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ വാട്ട് കൂടിയിട്ടുണ്ട്. 45 വാട്ടിൽ ഇപ്പോൾ ഫാസ്റ്റ് ചാർജ് ആവും. ആൻഡ് യെസ് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട് 20 വാട്ട്സിൻ്റെ. ഞാൻ ഈ സ്ക്രീൻ കണ്ടപ്പോൾ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്ന കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഇറങ്ങിയ ക്രിസ്റ്റഫർ നോളൻ്റെ മറ്റേ പടമല്ലോ DC IMAX-ൽ. അപ്പോൾ പല ആൾക്കാരും ആ ഒരു ട്രെയിലർ ഫോണിൽ കാണുന്ന സമയത്ത് ഇത് ഇങ്ങനെയല്ല, IMAX-ൽ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ഉറപ്പ്. ഞാൻ ഇതിനകത്ത് IMAX-ന്റെ റേഷ്യോയിലുള്ള ആ ഒരു ട്രെയിലർ എടുത്ത് ഔട്ടർ ഡിസ്പ്ലേ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു IMAX-ന്റെ ഫീല് പോലെ കിട്ടുന്നുണ്ട്. നോർമൽ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഔട്ടർ ഡിസ്പ്ലേയിലാണെങ്കിൽ ബ്ലാക്ക് ബാർസ് മുകളിലായിട്ടും താഴെയായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് സൂം ഫില്ല് ചെയ്യാം. സൂം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി റൈറ്റിലും ലെഫ്റ്റിലുള്ള കുറച്ച് കോണ്ടന്റ് പോകും. ആൻഡ് ഓൾസോ ഞാൻ നോട്ടീസ് ചെയ്ത് ഷോർട്സ് നിങ്ങൾ കാണുന്ന സമയത്താണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഫുൾ സ്ക്രീൻ ആയിട്ടാണ് ഷോർട്സ് വരുന്നത്. സോ ചെറിയ രീതിയിൽ മുകളിലും താഴെയും ട്രിം ആവുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഡ്യുവൽ 50 മെഗാ പിക്സൽ ക്യാമറാസ് ആണ് വരുന്നത്. പ്രൈമറി ക്യാമറയും അതേപോലെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും. ആൻഡ് ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആസ് യൂഷ്വൽ ദർ ഇസ് നത്തിങ് ടു കംപ്ലൈൻ അബൌട്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല HDR ഉള്ള ഫോട്ടോസ് തന്നെയാണ് 2 ക്യാമറയിലായാലും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 8K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് പ്രൈമറി ക്യാമറയിലാണെങ്കിലും അൾട്രാ വൈഡ് ക്യാമറയിലും കിട്ടുന്നത്. പ്ലസ് ഇതിനകത്തും ഒരു സൂപ്പർ സ്റ്റഡിയിൽ നമുക്കിങ്ങനെ ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സോ കൈ ഇങ്ങനെ കറക്കി വീഡിയോ എടുക്കുവാണെങ്കിലും വീഡിയോ കറങ്ങില്ല. ഞാൻ ശ്രദ്ധിച്ച വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വെർട്ടിക്കൽ വീഡിയോസ് നോർമലി ഫോണിൽ എടുക്കുന്ന സമയത്ത് 9:16 റേഷ്യോയിലാണ് നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ആ ഒരു കവർ സ്ക്രീനിൽ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 4:3 റേഷ്യോയിൽ ഡയറക്റ്റ് ആയിട്ട് വെർട്ടിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രത്യേക രസമാണ് 4:3 ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഇത് ഈ കാണുന്നത് പോലെ. പിന്നെ അടുത്ത ഫോട്ടോയിൽ ഫോട്ടോ അസിസ്റ്റ് AI ഉപയോഗിച്ച് എന്തെങ്കിലും വരച്ചോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ കൊടുത്ത് ഇമേജസിൽ ജനറേറ്റ്
എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിൽ കണ്ട വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ എന്നെ മാത്രം ഫോക്കസ് ചെയ്യണം, ഞാനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൈ ഫാൻ ക്യാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ മാത്രം അങ്ങ് ട്രാക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരും AI ഉപയോഗിച്ച്. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. 3 മില്യണോളം 122 സ്കോർ തരുന്ന സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഗെയിമിംഗ് ആയിക്കോട്ടെ ഒരു രക്ഷയില്ല, നോർമൽ ടാസ്കുകളായിക്കോട്ടെ ലാഗ് ഇല്ല, 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് One UI 9, അതും Android 17. എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ട് One UI 9. ആ ഒരു സ്മൂത്ത്നെസ് ആയിക്കോട്ടെ, ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഒരു ആനിമേഷൻസ് ആയിക്കോട്ടെ, എല്ലാം നല്ല പോളിഷ് ആക്കിയിട്ടുണ്ട്. ഈവൻ ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറും അതേപോലെ കൺട്രോൾ സെൻറ്റർ ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ കാണുന്ന ഒരു പാനലും മാറിയിട്ടുണ്ട്, ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെയൊക്കെ ഫീൽ തരുന്നുണ്ട്. പിന്നെ അതേപോലെ AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള നൗ നഡ്ജ്, നൗ ബ്രീഫ്, ഗാലക്സി A ഒരുപാട് ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. പിന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഒരു ഫോൾഡിംഗ് ഫോണാണ്. സോ മൾട്ടി ടാസ്കിങ്ങിനാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗപ്പെടുന്നത്. 2 ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ സൈഡ് ബൈ സൈഡ് 2 or 3 ആപ്ലിക്കേഷനൊക്കെ വെച്ച് ഫ്ലോട്ടിംഗ് വിൻഡോയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതിനകത്ത് ഇപ്പോൾ ഗാലറിയിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും നമ്മളിങ്ങനെ പകുതി മടക്കി വെക്കുമ്പോഴത്തേക്ക് ഗാലറി മേളിലും പിന്നെ കൺട്രോൾസ് താഴേക്ക് വരുന്നത് ഫ്ലെക്സ് മോഡ് എന്ന സാധനം ഉണ്ടല്ലോ. ആ ഫ്ലെക്സ് മോഡ് ഇതിനകത്ത് കണ്ടില്ല. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുമായിരിക്കും. 7 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും എന്തായാലും ഉണ്ട്. പിന്നെ ഔട്ടർ സ്ക്രീനിൽ ഞാൻ വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി, എസ്പെഷ്യലി ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ലൗഡാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ വോളിയം ഫുള്ളിലായിരുന്നു. അത് പ്ലേ ചെയ്ത വഴി തൊട്ടടുത്തുള്ളവരൊക്കെ ഇതിന് ഭയങ്കര സൗണ്ടാണല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടു. വിച്ച് മീൻസ് യെസ്, സ്പീക്കറിൻ്റെ ഹാർഡ്വെയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നർ ഡിസ്പ്ലേയിൽ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിക്കാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വീഡിയോ നന്നായിട്ട് പ്ലേ ആവും, പക്ഷേ ഓഡിയോ മുകളിൽ നിന്നും താഴെ നിന്നും ആയിരിക്കും വരുന്നത്. കാരണം സ്പീക്കർ മേളിലും താഴെയല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ച് നമ്മൾ വീഡിയോ കാണേണ്ടി വരും. ഇങ്ങനെ പിടിച്ച് വീഡിയോ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതൊരു ബുക്കൊക്കെ വായിക്കുന്ന സ്റ്റൈലായി പോയില്ലേ. എന്നാൽ ഔട്ടർ ഡിസ്പ്ലേയിൽ ടൈപ്പിംഗ് നൈസാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു നൊക്ലാച്ചിയ അടിച്ചു ഔട്ടർ ഡിസ്പ്ലേയിൽ. ഒരു കീബോർഡ്, ക്വർട്ടി കീബോർഡ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പഴയ ആ ഒരു ഫോണിൻ്റെ ക്വർട്ടി ഫോൺസിൻ്റെ ഒരു ഫോം ഫാക്ടറിലേക്ക് പോയി. എന്തോ ആഫ്റ്റർ യൂസിങ് ദിസ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫോൾഡിംഗ് ഫോണാണ്, ശരിയാണ്. ഫോൾഡിംഗ് ഫോണിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ദിസ് ഇസ് നൈസ്. പക്ഷേ ക്യാൻഡി ബാർ ഫോൺസും ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ഇറക്കണം കേട്ടോ. കാരണം ഞാൻ ഭയങ്കര ഫാനായി പോയി ഈ ഒരു ആസ്പെക്ട് റേഷ്യോൻ്റെ. അത് എന്താ പറയുക, മേ ബി ഞാനൊരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാളും ഒരേ ഫോൺ കണ്ട് സാച്ചുറേറ്റഡ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഒരു റിഫ്രഷ് ആ ഒരു എക്സ്പീരിയൻസും ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഓവറോൾ ഐ വുഡ് സേ ദിസ് ഈസ് നൈസ്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 1,79,999 രൂപയാണ്. പക്ഷെ ഭീകരമായിട്ടുള്ള എക്സ്ചേഞ്ച് ബോണസാണ് ഈ കാണാൻ പറ്റുക. എങ്ങനെയാണെന്നറിയില്ല. എക്സ്ചേഞ്ചിനൊക്കെ ശേഷം നിങ്ങൾക്ക് 74,999 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്താ 5,000 രൂപ മാസത്തിനോ അങ്ങനെയൊക്കെ. സോ യെസ്, സ്മാർട്ട് ഫോൺസ് ഹാവ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ഇൻട്രസ്റ്റിംഗ് അഗെയിൻ എന്നേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫോണിനെ പറ്റി തോന്നുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.